ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ് എപ്പിസോഡ് നമ്പർ 7. അപ്പോൾ ഇത്ര നാളത്തെ എപ്പിസോഡ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി. നല്ല വ്യൂസൊക്കെ ഇടയ്ക്കൊക്കെ നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഒരുപാട് ന്യൂസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരുപാട് ഫോൺസ് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് ഫോൺ ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ ചാകര പോലെ ഫോൺസ് ഇറങ്ങിയാണ്. കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഇങ്ങനെ പറ ഫോൺസ് ഇപ്പം ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഇപ്പം ഇറങ്ങിയതിൽ ഓപ്പോയുടെ Find X8 സീരീസ് ലോഞ്ച് ചെയ്തു. 2 ഫോൺസാണ് ലോഞ്ച് ചെയ്തത്. ഭയങ്കര ഒരു ശോകം പിടിച്ച ഒരു ഫോൺസ് ആയിരുന്നു. അതായത് മെയിൻലി Find X8 Pro ഉണ്ട്. അതിൻ്റെ പ്രൈസ് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപക്കൊന്നും ആ ഒരു ഫോൺ ഇല്ലടേ. Dimensity 9400 ഒക്കെയാണ് ചിപ്സെറ്റൊക്കെ വരുന്നത്. മറ്റേ സ്നാപ്ഡ്രാഗൺ ഒക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയാം. ഇത്രയും ഇല്ല. പിന്നെ ഓപ്പോയുടെ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പൈസ കൊടുത്തിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങും. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ട സമയത്തും എന്നോട് കമൻറ്റ് ഇട്ട് പറഞ്ഞ് റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ട്. അതായത് ഇത്രയും പൈസ കൊടുത്ത് ഓപ്പോയുടെ ഫോൺ വാങ്ങാൻ വല്ല പ്രാന്തൊക്കെ ഉണ്ടോ എന്നുള്ള. അപ്പം സ്പെസിഫിക്കേഷൻസും ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പോയിട്ടൊക്കെ വാങ്ങും. അങ്ങനെ ഒരു കൂതറ ഫോൺ. അതുപോലെ തന്നെ അതിൻ്റെ ചെറുത് 70,000 രൂപക്ക് Find X8 വരുന്നുണ്ട്. അതിപ്പോൾ അത്യാവശ്യം അത് കുഴപ്പമില്ല എന്ന് തോന്നി. ഈ ഒന്നാമത് 1,70,000 രൂപക്കൊക്കെ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ബാക്കി ഫോൺസൊക്കെ നോക്കണമല്ലോ. നിങ്ങാട്ടി ബെറ്റർ ആയിട്ടുള്ള വേറെ ഫോൺസ് ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് ആരും പോകുമോ? എന്നാൽ അതിനത്ര സ്പെഷ്യാലിറ്റി ഒന്നും ആ ബ്രാൻഡിനും ഇല്ല, അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പം ColorOS 15 അത്യാവശ്യം സ്മൂത്താണ്. ആനിമേഷൻസൊക്കെ iOS പോലെ ബാക്കിയെല്ലാം iOS പോലെയൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും എന്നാലും ആൾക്കാരൊക്കെ മെയിൻലി ഈ ഐഫോണും സാംസങ് ഒക്കെ പറഞ്ഞ് പോകുന്നവർ ഓപ്പോയിലൊക്കെ പോകുന്നതിനൊക്കെ തോന്നുന്നില്ല. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോൺസ് ഇറക്കിയാൽ പിന്നെയും പോകും. അത്രയുള്ളൂ. അല്ലാതെ 70,000 രൂപയുടെ Find X8 സീരീസ് കുഴപ്പമില്ല എന്ന് പറയാം. 1 ലക്ഷം രൂപ ഒന്നും കൊടുത്തിട്ടൊന്നും ഓപ്പോയുടെ ഫോൺ വാങ്ങേണ്ട ഒരു റേഞ്ചൊന്നും ഇതുവരെ ഓപ്പോ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ആ സ്പെസിഫിക്കേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ വിവോ ഒരു കൂതറ ഫോൺ ഇറക്കിയിട്ടുണ്ട്. അതായത് വിവോയുടെ Y300 5G. അതിൻ്റെ പ്രൈസ് 22,000 രൂപയാണ് പ്രൈസ്. അത് നിങ്ങളെ ആമസോൺ നോക്കിയാൽ കിട്ടില്ല, ഫ്ലിപ്കാർട്ട് നോക്കിയാലും കിട്ടില്ല. അവിടെ ഒന്നും ഇതിൻ്റെ സെയിൽ വരുന്നില്ല. അവർ പോലും സെയിൽ ചെയ്യുന്നില്ല. ആകെ കിഴപ്പാടെ ഈ സെയിൽ വരുന്ന വെബ്സൈറ്റ്, അതായത് ഏതാണ് വിവോയുടെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഓഫ്ലൈൻ സ്റ്റോറിലും വരും. ഇപ്പം വരില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് കറക്റ്റ് ഓർമ്മ 26-ാം തീയതിയോ 27-ാം തീയതിയോ മാത്രമേ അതിൻ്റെ സെയിലൊക്കെ വരുള്ളൂ. അതിന് ശേഷം പീഡിയയിലൊക്കെ പോയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് എന്നൊക്കെ പറഞ്ഞ കൂതറ എന്നൊക്കെ പറഞ്ഞ 10,000 രൂപയുടെ പോക്കോയുടെ M6 പ്രോയിലും അതുപോലെ തന്നെ റിയൽമിയുടെ 13 5G ഒക്കെ ഉണ്ട്. ഒരു 10,000-12,000 രൂപയുടെ ഫോണിലാണ് യൂസേജ് ചിപ്സെറ്റാണ് ഈ പറഞ്ഞ 22,000 രൂപയുടെ ഫോണിൽ വിവോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തെ കൂതറ പരിപാടി വേറെ ഉണ്ടോ? 22 ഓഫ്ലൈൻ സീരീസ് ഫോണാണ്. എന്നാൽ പോലും ഒരു മര്യാദക്ക് ഒരു ചിപ്സെറ്റെങ്കിലും കൊടുത്തുകൂടി. അതുകൊണ്ട് Dimensity 6300 അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ബെറ്റർ ആണെന്ന് പറയാം. എന്നാലും വളരെ മോശം. വിവോ ഓൺലൈൻ സീരീസ് മാത്രമേ അവരെ കൊള്ളുള്ളൂ. ഓഫ്ലൈനൊക്കെ കൂതറ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് കൂതറ. പിന്നെ വിവോയുടെ X200 സീരീസ്, അതായത് മെയിൻലി ക്യാമറ കിഡിലനായിട്ടുള്ള സീരീസാണ്, ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ്. അപ്പോൾ അതിൻ്റെ ലോഞ്ച് അടുത്ത മാസം എന്തായാലും ഉണ്ടാവും. അതൊരു ഒഫീഷ്യലി അവർ കൺഫേം ചെയ്തിട്ടുണ്ട്, കമ്മിങ് സൂൺ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത മാസം എന്തായാലും ലോഞ്ച് ചെയ്യും. അതിനപ്പുറത്തേക്ക് എന്തായാലും ഇത് പോകില്ല. കാരണം കമ്മിങ് സൂൺ എന്നൊക്കെ പറയുന്നത് തന്നെ എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ലോഞ്ച് ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്യും. അപ്പം അതും കൂടെ വരുന്നുണ്ട്. പിന്നെ റെഡ്മിയുടെ Note 40 സീരീസ്, Note 14 ഞാൻ അധികം പറയാറുണ്ട്, പറയുന്ന സമയത്ത് തെറ്റാറുണ്ട്. 14 സീരീസ് വരുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് 9th, അതായത് അടുത്ത മാസം December 9th ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. സോ അത്യാവശ്യം നല്ല സീരീസ് ഫോൺസാണ് നോട്ട് സീരീസ് എന്ന് പറഞ്ഞിപ്പം ഒട്ടുമിക്ക റിയൽമിക്കൊക്കെ നമ്പർ സീരീസ് പോലെ റെഡ്മിയുടെ നോട്ട് സീരീസ് പണ്ടോട്ടേ റെഡ്മി Note 7 ഒക്കെ അല്ലെങ്കിൽ Note 7 ഒക്കെ കത്തിയായിരുന്നു ആ സമയത്ത് ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ. പിന്നീട് അങ്ങനെ ബെറ്റർ ആയിട്ട് വന്നിട്ടില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പെസിഫിക്കേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. നോക്കാം, ബഡ്ജറ്റ് റേഞ്ച് നല്ലൊരു റേഞ്ച് ആയിരിക്കും. അപ്പം അതും കൂടെ വരുന്നുണ്ട് 9-ാം തീയതി. പിന്നെ ഓല സ്കൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇനി വാങ്ങാൻ വേണ്ടി പോകുന്നവരുടെ കാര്യത്തിൽ ഇത്ര നാൾ അവർ 8 വർഷത്തെ വാറൻറ്റി ആയിരുന്നു പ്രൊവൈഡ് ചെയ്തത്. പക്ഷെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കൂതറ പരിപാടി ചെയ്ത്, അതായത് ഇനി 3 വർഷത്തേക്കുള്ള വാറൻറ്റി മാത്രമേ ബാറ്ററിക്ക് അവർ കൊടുക്കുന്നുള്ളൂ. അതല്ല, നമുക്ക് 3 വർഷം ആണെങ്കിൽ പോലും നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. 5 വർഷത്തേക്കും 8 വർഷത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാൻസ് വരുന്നുണ്ട്. ഇപ്പോൾ 5 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ്, അതായത് 5 വർഷവും അതുപോലെ തന്നെ 60,000 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ ഒരു 4,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ 8 വർഷത്തേക്കും 1,25,000 കിലോമീറ്റേഴ്സിൻ്റെ ഒരു പ്ലാനും കൂടെ വരുന്നുണ്ട്. അതിന് വരുന്ന ഏകദേശം 15,000 രൂപയുടെ ആ റേഞ്ച് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, അതിൻ്റെ ഇടയിലും കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്, ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവന്മാരും പണി തുടങ്ങി. ആദ്യം ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ അവസാനമാകുമ്പോൾ ആ ഒരു
പക്ഷെ എടുക്കുന്ന കുറച്ചും കൂടെ ബെറ്റർ, കാരണം ബാറ്ററി മാറ്റണമെങ്കിൽ ഇതിൻ്റെയൊക്കെ എത്രയോ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം 8 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങളൊക്കെ വാങ്ങുന്നവർ അത് പോയി ശ്രദ്ധിക്കുക. അതിന് 8 വർഷത്തേക്ക് ഉണ്ടെന്ന് പോയിട്ട് ആരും വാങ്ങാൻ വേണ്ടി പോകരുത്. ഇപ്പം അത്യാവശ്യം ഓലയാണ് മെയിൻലി സ്കൂട്ടേഴ്സിൽ ഇപ്പം ഇലക്ട്രിക്കൽ വരുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യം ഷോറൂംസൊക്കെ അധികം ഉള്ളത് ഓലൊക്കെ തന്നെയാണ്. ഏതർ അത്രത്തോളം എത്തിയില്ല, പക്ഷേ ഏതറിൻ്റെ വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കമ്പാരിറ്റീവ്ലി. ഇത് ടെക് ചാനൽ അല്ല കുഴപ്പമില്ല. അപ്പം അതൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റെഡ്മിയുടെ ലോഗോ അവർ നൈസായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. അവരുടെ ജസ്റ്റ് ഒരു ക്യാപിറ്റൽ ലെറ്ററിലേക്ക് വന്നു എന്നേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ. റെഡ്മി ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ജാഗോറും കൂടെ മാറ്റും. ജാഗോറിൻ്റെ ലോഗോവും അതുപോലെ തന്നെ ആ ഒരു ഫോണ്ടിൻ്റെ ചെറിയ വ്യത്യാസമൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടാളും ലോഗോ ഒക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. വലിയ വ്യത്യാസം അല്ലെങ്കിൽ ഗംഭീരം മറ്റേ പറയുന്നില്ല, അപ്പം അങ്ങനത്തെ വ്യത്യാസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് വാട്സപ്പിൽ വീണ്ടും ഒരു ഫീച്ചർ. വാട്സപ്പ് ഇങ്ങനെ ഡെയിലി ഫീച്ചേഴ്സ് ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഒരു വോയിസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തായിട്ട് അത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും, ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ എന്താണ് പറഞ്ഞത് ആ ഡീറ്റെയിൽസ് അവിടെ വരും. അതിപ്പം മലയാളത്തിലൊന്നും അവൈലബിൾ അല്ല കേട്ടോ. മലയാളമൊക്കെ വരണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഇപ്പോൾ ഹിന്ദി പോലും ജസ്റ്റ് അവൈലബിൾ അല്ല. വേറെ ഏതൊക്കെയോ സ്പാനിഷും ഇംഗ്ലീഷൊക്കെ ഉണ്ട്. ബാക്കി ഏതൊക്കെയോ ലാംഗ്വേജും അറേബ്യനും അങ്ങനെ ഒരുപാട് ലാംഗ്വേജ് വരുന്നുണ്ട്. പക്ഷേ ഹിന്ദി പോലും വന്നിട്ടില്ല. ഹിന്ദിയൊക്കെ വന്നാൽ മാത്രമേ പിന്നെ മലയാളമൊക്കെ വരുള്ളൂ. അപ്പം ടൈമൊക്കെ എടുക്കും. അടുത്ത വർഷമൊക്കെ എന്തായാലും വരുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കിട്ടുള്ള ഫീച്ചർ വാട്സപ്പിൽ വരുന്നുണ്ട്. യൂസ്ഫുൾ ആയിരിക്കും. യൂസ്ഫുൾ ഇല്ല എന്നാലും വാട്സപ്പ് പറയുന്ന ഒട്ടുമിക്ക ആൾക്കാരും ടൈപ്പ് ചെയ്തതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന വോയിസ് മെസ്സേജാണ്. കാരണം ടൈപ്പ് ചെയ്യാനൊന്നും ആരും നിൽക്കാറില്ല. ഇപ്പം ഞാൻ പോലും ടൈപ്പ് ചെയ്യാറില്ല. ഞാൻ അത്യാവശ്യം വോയിസ് തന്നെ പറയും, എന്തിനായി ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു പുതിയ ഫീച്ചർ, അത്യാവശ്യം യൂസ്ഫുൾ ആയുള്ള ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് ColorOS 15 റോൾ ഔട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങിയ 5X 8 സീരീസിലൊക്കെ തന്നെ ColorOS 15 ആണ്. അപ്പം ഒരു iOS ഒക്കെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ വേണമെങ്കിൽ ColorOS 15 അപ്ഡേറ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ റോൾ ഔട്ട് മാപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്ഡേറ്റ് ഒക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയും ന്യൂസാണ് ഇന്ന് പറയാനുള്ളത്. അത്യാവശ്യം ഫോൺസ് കുറേ ഇറങ്ങുന്നുണ്ട്, ചാകര പോലെ ഫോൺസ് ഇറങ്ങിയാണ്. അപ്പം അടുത്തടുത്ത് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഫ്ലിപ്കാർട്ടിൽ ഒരു കാര്യം കൂടെ, ഫ്ലിപ്കാർട്ടിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, നാളെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം ഫോൺസിനൊക്കെ പ്രൈസ് കുറവാട്ടോ നോക്കിയ സമയത്ത്. S23 Ultra ഇപ്പോഴും 75,000 രൂപക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.